पाठ 12 पेट पौधे और हम മരങ്ങളും ചെടികളും പിന്നെ നമ്മളും. ഈ പാഠത്തിൻ്റെ കംപ്ലീറ്റ് എക്സസൈസാണ് ഞാൻ തരാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു. बताइए आंसर ओरली. पेड़ के डाली कौन हिला रहा था? മരത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് ഇളക്കിക്കൊണ്ടിരുന്ന അല്ലെ കുലുക്കിക്കൊണ്ടിരുന്നത് ആരായിരുന്നു? പേടിക്ക് ഡാലി ലക്ഷ്മി ഹില രഹാത്ത. ലക്ഷ്മിയാണ് മരത്തിൻ്റെ കൊമ്പ് പിടിച്ച് കുലുക്കിക്കൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ഖ. പൗധോ മേ ജീവൻ ഹേ കൈസെ സിദ്ധ ഹുവ. മരത്തിനും ജീവനുണ്ട് എന്ന് തെളിയിച്ചത് എങ്ങനെയാണ്? മരത്തിനും ജീവനുണ്ട് എന്ന് എങ്ങനെയാണ് തെളിഞ്ഞത്? वैज्ञानिक प्रयोग से सिद्ध हुआ कि पौधों में भी ജീവൻ होता है. വൈജ്ഞാനിക ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെയാണ് മനസ്സിലാക്കിയത് എന്ത്? ചെടികൾക്കും ജീവനുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ചെടികളിലും ജീവനുണ്ട് എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? വൈജ്ഞാനിക പ്രയോഗം സെ, അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റിലൂടെയാണ് ചെടികളിൽ ജീവനുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ക്വസ്റ്റ്യൻ നമ്പർ ക. സുബഹ് തോടെ ഹുവേ ഫൂൽ കാ ക്യാ ഹാൽ ഹോ ഗയ ത. രാവിലെ പറിച്ചെടുത്ത ആ പൂവിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഓക്കെ. സുബഹ് തോടാ ഗയ ഫൂൽ മൂർജ ഗയ ത വഹ് നിർജീവ സ ഹോ ഗയ ത. രാവിലെ പറിച്ചെടുത്ത ആ പൂവ് വാടിപ്പോയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരമായപ്പോഴേക്കും അത് വാടിപ്പോയി. നിർജീവസ ഹോഗിയ, ജീവനില്ലാതെ ആയിത്തീർന്നു. കാരണം എന്താ? ഒരു ചെടിയിൽ നിന്ന് പൂവ് പറിച്ചു മാറ്റുമ്പോഴേക്കും അതും ചെടിയുമായിട്ടുള്ള ബന്ധം അവസാനിക്കുമ്പോൾ ആ പൂവിൽ ജീവൻ നിലനിൽക്കില്ല. അതുകൊണ്ട് ആ പൂവ് മൂർച്ച ഉണങ്ങി വാടിക്കരിഞ്ഞ് പോകും. സുബഹ തോടാ ഗയ ഫുൽ മൂർജ ഗയ ഥ വഹ് നിർജീവ സ ഹോ ഗയ ഥ. രാവിലെ പറിച്ചെടുത്ത ആ പൂവ് വൈകുന്നേരമായപ്പോഴേക്കും അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും വാടിപ്പോയി. കാരണം അതെന്താണ്? നിർജീവ സ, ജീവനില്ലാത്തത് ആയിത്തീർന്നു. ഓക്കെ, എഴുതി വെക്കുക കേട്ടോ. താങ്ക് യു. ക്വസ്റ്റ്യൻ നമ്പർ ഖ. പൗധോം കെ ലിയെ ഭോജൻ കോൻ ബനാത്ത ഹെ. ചെടികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരാണ്? പൗധോം കെ ലിയെ ഭോജൻ പത്തേ ബനാത്ത ഹെ. ഇലകളാണ് ഉണ്ടാക്കുന്നത്. പൗധോം കെ ലിയെ ഭോജൻ പത്തേ ബനാത്ത ഹെ. ഇലകളാണ് ചെടികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5. പത്തോം ദ്വാര ബനായ ഗയ ഭോജൻ ജഡോം തക് കൈസെ ജാത്ത ഹെ. പത്തോം ദ്വാര ഇലകളിലൂടെ ഉണ്ടാക്കുന്ന ഈ ഭോജനം, അതായത് ഭക്ഷണം, ജഡം തക്ക് വേരുകൾ വരെ കൈസെ ജാത്ത ഹെ എങ്ങനെയാണ് എത്തുന്നത്? പത്തോം ദ്വാര ബനായ ഗയ ഭോജൻ ജഡം തക്ക് ശാഖായെ ഔർ തനെ പहुंचाता है. ചെടികളുടെ ഇലകളിൽ ഉണ്ടാക്കപ്പെടുന്ന ഈ ഭോജനം, ചെടികൾക്ക് ഭോജനം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ചെടികളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഫുഡ്, ഭക്ഷണം, ചെടിയുടെ അങ്ങ് ഏറ്റവും ഉയർന്ന ഭാഗം തൊട്ട് അതിൻ്റെ വേര് വരെ എത്തിക്കുന്നത് ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം ഇലകളിൽ ഫുഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാം അല്ലേ? ആ ഉണ്ടാക്കുന്ന ഭക്ഷണം ആ ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചേരണം. ഈ ജോലി ചെയ്യുന്നത് ആരാണ്? ശാഖയെ അവർ തന്നെ പहुंचाता है. ശിഖരങ്ങളും പിന്നെ അതിൻ്റെ സ്റ്റെമ്മുമാണ്, തടിയുമാണ് ആ വൃക്ഷങ്ങളിൽ ഉണ്ടാക്കുന്ന ഭോജനം ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത്. പൗധോം ധാര ബനായ ഗയ ഭോജൻ ജഡോം തക് ശാഖായം അവർ തന്നെ പहुंचाता है. ശിഖരങ്ങളും കൊമ്പുകളും പിന്നെ അതിൻ്റെ തടിയുമാണ് എല്ലാ ഭാഗത്തും എത്തിക്കുന്ന ജോലി ചെയ്യുന്നത്. മനുഷ്യ വൃക്ഷം സെ കിത്തന പുരാണ സംബന്ധ ഹെ. മനുഷ്യർക്ക് വൃക്ഷങ്ങളുമായി എത്ര പഴകിയ ബന്ധമാണ് ഉള്ളത്? मनुष्य का वृक्षों से संबंध उतना ही पुराना है जितना स्वयं का अस्तित्व. ഒരു മനുഷ്യൻ അസ്തിത്വം
ഒരു മനുഷ്യന് തൻ്റെ അസ്തിത്വമുണ്ടായ കാലം തൊട്ട് മനുഷ്യന് ചെടികളുമായിട്ടുള്ള ബന്ധമുണ്ട്. ഒരു മനുഷ്യൻ എപ്പോഴാണോ ജന്മമെടുത്തത് അപ്പോൾ മുതൽ വൃക്ഷങ്ങളും ചെടികളുമായിട്ടുള്ള ബന്ധം അവന് ആരംഭിച്ചതാണ്, അല്ലേ? എപ്പോഴാണോ മനുഷ്യൻ്റെ അസ്തിത്വം നശിക്കുക അപ്പോഴാണ് ഈ ബന്ധം അവസാനിക്കുകയുള്ളൂ. അപ്പം മനുഷ്യൻ ജനിച്ച കാലം തൊട്ടേ മനുഷ്യന് ചെടികളുമായിട്ടുള്ള ബന്ധം ഉണ്ട്. മനുഷ്യ का वृक्षों से संबंध उतना ही पुराना है जितना स्वयं का അസ്തിത്വം. ഒരു മനുഷ്യൻ്റെ അസ്തിത്വം ഉണ്ടായ കാലം തൊട്ടേ മനുഷ്യനും ചെടികളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഓക്കെ. क्वेश्चन नंबर ख, जीवन को सुरक्षित रखने के लिए क्या करना होगा? നമുക്ക് നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി, സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? अपने जीवन को सुरक्षित रखने के लिए वृक्षों को अपनाना होगा. വൃക്ഷങ്ങളെ സ്വന്തമാക്കണം, വൃക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വൃക്ഷങ്ങളെ സംരക്ഷിക്കണം. क्वेश्चन नंबर ग, वृक्षों से हमें क्या क्या प्राप्त होता है? മരങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്? वृक्षों से हमें भोजन, ईंधन, वस्त्र, औषधि, कागज, पेंसिल, റബ്ബർ, ഗേന്ദേ, കോയല ആദി മിൽത്തേ ഹേ. എന്തൊക്കെയാണ്? വൃക്ഷങ്ങളിൽ നിന്ന് നമുക്ക് ഭോജനം കിട്ടുന്നു, ഭക്ഷണം, ഫുഡ് കിട്ടുന്നു. ഇന്ധൻ, ഫ്യുവൽസ്, ഇന്ധനം, അതായത് കത്തിക്കാനുള്ള തടി നമുക്ക് തീ കത്തിക്കാൻ വേണ്ടി നമുക്ക് തടി കിട്ടുന്നു, അല്ലേ? വസ്ത്രം എന്ന് പറഞ്ഞാൽ വസ്ത്രം, ക്ലോത്ത്സ്, നമ്മുടെ ധരിക്കുന്ന വസ്ത്രം. ഔഷധി എന്ന് പറഞ്ഞാൽ മെഡിസിൻ. കാഗജ്, പേപ്പർ. പെൻസിൽ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസിൽ. റബ്ബർ അല്ലേ, ഇറൈസർ. ഗേന്ദേ, ബോൾ പന്തുകൾ, അല്ലേ? നമുക്ക് മരങ്ങളിൽ നിന്ന്, റബ്ബറിൽ നിന്നാണ് പന്തുണ്ടാക്കുന്നത്, റബ്ബർ പന്ത്. കോയല എന്ന് പറഞ്ഞാൽ കൽക്കരി. ആദി മിൽത്തേഹെ, ഇവയൊക്കെ നമുക്ക് മരങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ഓക്കെ, താങ്ക് യു. हमारा രാഷ്ട്രീയ വൃക്ഷ और രാഷ്ട്രീയ ഫൽ ക്യാ ഹെ? നമ്മുടെ ദേശീയ വൃക്ഷവും ദേശീയ ഫലവും ഏതാണ്? ഹമാര രാഷ്ട്രീയ വൃക്ഷ ബർഗദ്. നമ്മുടെ രാഷ്ട്രീയ വൃക്ഷം, അതായത് ദേശീയ വൃക്ഷം ബർഗദാണ്. ബർഗദ് എന്ന് പറഞ്ഞാൽ ബനിയൻ ട്രീ. ഔർ രാഷ്ട്രീയ ഫൽ, നാഷണൽ ഫ്രൂട്ട് ഏതാണ്? ആം ഹേ, മാങ്കോയാണ് നമ്മുടെ നാഷണൽ ഫ്രൂട്ട്. ഹമാര രാഷ്ട്രീയ വൃക്ഷ ബർഗദ് ഔർ രാഷ്ട്രീയ ഫൽ ആം ഹേ. क्वेश्चन नंबर ङ, വസന്ത ഋതു में आम के वृक्ष किससे लद जाता है? വസന്തകാലമാവുമ്പോഴേക്കും മാവ് എന്തും കൊണ്ടാണ് നിറഞ്ഞു നിൽക്കുക? വസന്ത ഋതു में ആം കെ വൃക്ഷ ബൗരോം സെ ലദ് ജാത്താ ഹെ. ബൗരോം എന്ന് പറഞ്ഞാൽ പൂങ്കുലകളാണ്. പൂങ്കുലകൾ കൊണ്ടാണ് മാവ് വസന്തകാലത്ത് നിറഞ്ഞ് നിൽക്കുന്നത്. വസന്ത ഋതു മേ ആം കെ വൃക്ഷ ബൗരോം സെ ലദ് ജാത്തേ ഹെ. ബൗരോം പൂങ്കുലകൾ കൊണ്ടാണ് മാവ് നിറഞ്ഞു നിൽക്കുക. വസന്തകാലമാവുമ്പോഴേക്കും മാവ് പൂങ്കുലകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും. വസന്ത ഋതുമേ ആം കെ വൃക്ഷ ബൗരോം സെ ലദ് ജാത്തെ ഹെ. ഓക്കെ, താങ്ക് യു. नेक्स्ट, प्रश्नों के उत्तर लिखिए. आंसर द क्वेश्चंस. लेखन कौशल, राइटिंग स्किल्स. क्वेश्चन नंबर का, अम्मा ने पेड़ की डाली हिलाने से क्यों मना करते हैं? അമ്മ എന്തിനാണ് മരത്തിൻ്റെ കൊമ്പുകൾ പിടിച്ചു കുലുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്? എന്തിനാണ്? അമ്മാനെ पेड़ की डाली हिलाने को मना करती है क्योंकि उसमें भी जीवन होता है. അമ്മ മരത്തിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ പിടിച്ചു കുലുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. കാരണം ആ മരത്തിനുമുണ്ട് എന്ത്? ജീവൻ. നിങ്ങളെ പിടിച്ച് ആരെങ്കിലും പിടിച്ച് വെറുതെ ഇട്ട് കുലുക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അസ്വസ്ഥ ഉണ്ടാകില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് മരത്തിനും അസ്വസ്ഥത ഉണ്ടാകും. അതുകൊണ്ട് മരത്തിൻ്റെ കമ്പുകളിൽ പിടിച്ച് വെറുതെ കുലുക്കരുത്. അമ്മാനെ पेड़ की डाली खिलाने को मना करती है क्योंकि
क्योंकि उसमें भी जीवन होता है, അതിലും ജീവനുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ ഖ, പൗധെ കൈസെ സാസ് ലെത്ത ഹെ, ചെടികൾ എങ്ങനെയാണ് ശ്വസിക്കുന്നത്? നമ്മളെപ്പോലെ തന്നെ ശ്വസിക്കുന്നുമുണ്ട് ചെടികൾ അല്ലേ, അതെങ്ങനെയാണ് ശ്വസിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പത്തോമേ ചോട്ടെ ചോട്ടെ ഛേദ് ഹോത്തെ ഹെ, ഇലകളിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ട്. പൗധെ ഉസസെ സാസ് ലെത്ത ഹെ, ചെടികൾ ആ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് എന്ത് ശ്വാസമെടുക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്റ്റൊമാറ്റ അല്ലേ, നിങ്ങൾ പഠിച്ചതാണ്. ഇലകളിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? സ്റ്റൊമാറ്റ. ചെടികൾ ഈ സ്റ്റൊമാറ്റയിലൂടെയാണ്, ഈ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് ശ്വാസമെടുക്കുന്നത്. പൗധെ കൈസെ സാസ് ലെത്തെ ഹെ, പത്തെ ചോട്ടെ ചോട്ടെ पत्तों में छोटे छोटे छेद होते हैं, पौधे उनसे श्वास लेता है. ചെടികൾ അതിലൂടെയാണ് ശ്വാസമെടുക്കുന്നത്. ഓക്കെ. क्वेश्चन नंबर ग, पौधों के लिए पत्ते भोजन कैसे बनाते हैं? पत्ते सूर्य की गर्मी में हवा से, സൂര്യപ്രകാശത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ വായുവിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് എടുത്ത് ഹരിതകോം കി സഹായത സെ, ക്ലോറോഫിൽ, ഹരിതകോം എന്ന് പറഞ്ഞാൽ എന്താ? ചെടികളിലുണ്ടാകുന്ന ഹരിതക വർണ്ണമാണ്. അതിൻ്റെ സഹായത്താൽ, അതായത് ക്ലോറോഫിൽ എന്നാണ് അതിന് പറയുക. അതിൻ്റെ സഹായത്താൽ പൗധോം സെ, ചെടികളിൽ നിന്നും, പൗധോം കേലിയെ, ചെടികൾക്ക് വേണ്ടി, ഭോജൻ ബനാത്ത ഹെ, ഭോജനമുണ്ടാക്കുന്നു, ഭക്ഷണമുണ്ടാക്കുന്നു. पत्ते सूर्य की गर्मी में हवा से कार्बन डाइऑक्साइड लेकर हरितकोम की सहायता से पौधों के लिए भोजन बनाते हैं. ചെടികൾ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ വായുവിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് എടുത്തതിന് ശേഷം ചെടികളിലെ ഹരിതകവും, അതായത് പച്ചപ്പ്, അതായത് ഹരിതക വർണ്ണം, ക്ലോറോഫില്ലിൻ്റെ സഹായത്തോടെ പൗധോം കേലിയെ ഭോജൻ ബനാത്തെ, ചെടികൾക്ക് വേണ്ടി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ ഖ, പൗധോं में भोजन किन किन रूपों में इकट्ठा होता है? ചെടികളിൽ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഭോജനം അഥവാ ഭക്ഷണം ഏതൊക്കെ രൂപത്തിലാണ് അവർ സൂക്ഷിച്ചു വയ്ക്കുക? നമ്മൾ അവർ സൂക്ഷിച്ചു വയ്ക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് ഓർത്തോണേ. പൗധോं में भोजन शाखाओं, फलों, जड़ों, तनावों और बीजों के रूप में इकट्ठा होता है. ഏതൊക്കെ വിധത്തിലാണ്? ശാഖാവും, തണ്ടുകളുടെ ശിഖരങ്ങളുടെ രൂപത്തിൽ, ഫലോം എന്ന് പറഞ്ഞാൽ വിത്തുകൾ, അതായത് പഴങ്ങൾ, ജഡോ വേരുകളുടെ രൂപത്തിൽ, തനാവും സ്റ്റെമ്മിൻ്റെ രൂപത്തിൽ, അവർ ബീജോം കെ രൂപമേ, വിത്തുകളുടെ രൂപത്തിലും അത് സംരക്ഷിക്കപ്പെടുന്നു. ചെടികളിൽ മിച്ചം വരുന്ന ഭോജനം സൂക്ഷിക്കുന്നത് ഏതൊക്കെയാണ്? ശാഖാവും, ശിഖരങ്ങൾ, ഫലവും, പഴങ്ങൾ, ജഡവും, വേരുകൾ, തനാവും സ്റ്റെംസ്, और बीजों के रूप में, വിത്തുകളുടെ രൂപത്തിൽ, ഇക്കട്ട ഹോത്താ ഹെ, സ്വരുക്കുട്ടി വയ്ക്കുന്നു. മരങ്ങൾ, ചെടികളും ഇങ്ങനെയാണ് നമുക്ക് വേണ്ടി ഭോജനം മാറ്റിവെക്കുന്നത് കേട്ടോ. പൗധോं में भोजन किन किन रूपों में इकट्ठा होता है? ഓക്കെ, എഴുതി വയ്ക്കുക. താങ്ക് യു. हमारे जीवन पौधों पर निर्भर है, उनके प्रति हमारा कर्तव्य क्या है? നമ്മുടെ ജീവൻ ചെടികളെ ആശ്രയിച്ചാണോ നിൽക്കുന്നത്? ചെടികളെ പ്രതി നമ്മുടെ കർത്തവ്യം എന്താണ്? हमारा जीवन पौधों पर निर्भर है, इसलिए हमें भी पेड़ पौधों की देखभाल करनी चाहिए. നമ്മുടെ ജീവിതം പേട് പൗധയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്, മരങ്ങളെയും ചെടികളെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. इसलिए हमें भी, നമുക്കും പേട് പൗധോം കി ദേഖ്ഭാൽ കർണി ചാഹിയെ, മരങ്ങളെയും ചെടികളെയും നമ്മൾ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ സംരക്ഷിക്കണം. മിലാൻ കരോ, കൂട്ടിച്ചേർക്കുക കേട്ടോ. മാച്ച് ദ ഫോളോയിങ്. ക്വസ്റ്റ്യൻ നമ്പർ ക, पौधों के बीज के रूप में मटर, लोबिया, सेम तथा सभी दालें മിലാൻ കരോ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, അതായത് മാച്ച് ദ ഫോളോയിങ് കേട്ടോ. പൗധോം കെ ബീജ് കെ രൂപമേ, ചെടികളുടെ വിത്തിൻ്റെ രൂപത്തിൽ, മട്ടർ, ലോബിയ, സേം തഥാ സഭി ദാളെ, എല്ലാ തരത്തിലുമുള്ള പരിപ്പ് വർഗ്ഗങ്ങളും
എന്താണ്? ബീജിൻ്റെ രൂപത്തിൽ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഫുഡാണ് കേട്ടോ. സസ്യങ്ങൾ ബീജിൻ്റെ രൂപത്തിൽ, അതായത് വിത്തുകളുടെ രൂപത്തിൽ, സീഡ്സിൻ്റെ രൂപത്തിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. നെക്സ്റ്റ്, പത്തോം കെ തനേ കെ രൂപമേ, സ്റ്റെമ്മിൻ്റെ രൂപത്തിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഗന്ന, കമൽ കക്കടി ആദി. ഗന്ന എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കരിമ്പാണ്. കമൽ കക്കടി ഒരു കുക്കുംബറാണ്, ഒരു തരത്തിലുള്ള കുക്കുംബറാണ്. നല്ല നീളമുള്ള വണ്ണം കുറഞ്ഞ ഒരു തരം കുക്കുംബറാണ് കേട്ടോ. അതാണ് കമൽ കക്കടി. ഓക്കെ. നെക്സ്റ്റ്, പൗധോം കെ ജഡ് കെ രൂപമേ, അതായത് വേരുകളുടെ രൂപത്തിൽ. മൂലി, ഗാജർ, ശൽഗം, ചുക്കന്ദർ, ആലു. ഇതെല്ലാം വേരുകളുടെ രൂപത്തിൽ സൂക്ഷിക്കപ്പെട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഘ, പൗധോം കെ പത്തോം കെ രൂപമേ, ഇലകളുടെ രൂപത്തിൽ. മേത്തി, പാലക്, സരസോ, ചൗലായി ആദി. നെക്സ്റ്റ്, പൗധോം കെ ഫൽ സബ്ജി കെ രൂപമേ, പഴങ്ങൾ, പച്ചക്കറികളുടെ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഘിയ, ഡിൻഡ, തൊരൈ, ഭിണ്ടി, സീതാഫൽ ആദി. ഞാൻ ഇതിൻ്റെയൊക്കെ പടങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്, വചൻ ബദലിയെ. ഏകവചൻ, ബഹുവചൻ. പത്ത, പത്തെ, പൗധ, പൗധെ, തന, തനെ, ഫൽ, ഫൽ തന്നെ, ശാഖ, ശാഖയെ. ടഹനി, ടഹനിയ, സബ്ജി, സബ്ജിയ, മൂലി, മൂലിയ. അപ്പോൾ ഇതാണ് നമ്മുടെ ബഹുവചനങ്ങൾ രൂപങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും എഴുതി വയ്ക്കുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്, ഉദാഹരൺ കെ അനുസാർ ലിഖിയെ. തന്നിരിക്കുന്ന ഉദാഹരണം പോലെ എഴുതുക. ആലു, ആലു തന്നെയാണ്, ആലുവോമേ. ഗന്ന, ഗന്നെ, ഗന്നോമേ. പാലക്, പാലക് തന്നെ, പാലകോമേ. ടമാറ്റർ, ടമാറ്റർ തന്നെ, ടമാറ്റോമേ. ടിൻഡ, ടിൻഡെ, ടിൻഡോമേ. അപ്പോൾ ഇത്രയും വാക്കുകളാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ്, ഇനി വാക്യങ്ങളിൽ വരുന്ന ആ റെഡ് വാക്കുകളുടെ ലിംഗമാണ് നമ്മൾ എഴുതേണ്ടത്. അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്നാണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ കായൽ പേട് പൗതയാണ്, അത് പുല്ലിംഗമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഖായൽ ഫൂലാണ്, അതും പുല്ലിംഗമാണ്. നെക്സ്റ്റ്, പത്തെ, പത്തെ ഓൾസോ പുല്ലിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ ഖ, ഹവ, ഹവ ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ ങ, അത് കമൽ കക്കടി സ്ത്രീലിംഗം കേട്ടോ. നെക്സ്റ്റ്, പേജ് നമ്പർ 86 ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കി, കി, കീ, കി, കെ പ്രയോഗമാണ് നമ്മളോട് ചെയ്യേണ്ടത്. ഓരോ വാക്കിന് ഒന്നാമത്തേത് കി, രണ്ടാമത് കീ, ഓഫ് വരുന്നതാണ്. കി, ദാറ്റ്, കെ, അതും ഓഫാണ് കേട്ടോ. അപ്പോൾ ഇത് എഴുതി വെച്ചേക്കുക. താങ്ക് യു. അപ്പോൾ എല്ലാവരും എഴുതുക കേട്ടോ. ഇത് ഓരോന്നോരോന്നും വായിച്ചു തരേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ എഴുതി വയ്ക്കുക, ആൻസർ എഴുതി വയ്ക്കുക കേട്ടോ. ആൻസർ എഴുതി പഠിക്കുക. ക്ലാസ് ടൈമായി പറഞ്ഞു തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ ങ, बाद में वैज्ञानिक प्रयोगों से सिद्ध हुआ कि पौधों में जीवन होता है. പിന്നീട് വൈജ്ഞാനിക പ്രവർത്തനങ്ങളുടെ ഫലമായി നമുക്ക് മനസ്സിലായി ചെടികളിൽ ജീവനുണ്ട് എന്ന്. അപ്പം അവിടെ കീ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.